ഗൈസ് തിരിച്ചു പോകാൻ ഇനി ഒരേ ഒരു ദിവസം. അപ്പൊ ഇന്ന് പോയി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാം. ദിവസങ്ങൾ കുറഞ്ഞു വരുന്തോറും വീട്ടിലെ ഫുഡിന്റെ ടേസ്റ്റ് നന്നായിട്ട് കൂടിക്കൊണ്ടിരുന്നു. നൈനൂരിന് അടിപൊളി ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം ടാറ്റയൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് ഇറങ്ങി. കാരണം ഇനി കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നേരെ തന്നെ ആദ്യം ഫെയറിലേക്കാണ് പോകുന്നത്. കാരണം മുടി കളർ ചെയ്യണം, പെഡിക്യൂർ ചെയ്യണം. വന്ന ദിവസം മുതൽ പെഡിക്യൂർ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുവാണ്. പക്ഷെ അത് ഇതുവരെ നടന്നില്ല. അപ്പൊ മുടി കളർ ചെയ്ത് ഇന്ന് എന്തായാലും പെഡിക്യൂർ ചെയ്യണം. ഇനി ഒരൊറ്റ ദിവസം കൂടെ ഉള്ളൂ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ വർഷം നാട്ടിൽ വന്ന സമയത്ത് ഏകദേശം വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ മുടി കളർ ചെയ്തു. പക്ഷേ ഇത്തവണ പോകുന്നതിന് ഒരു ദിവസം മുന്നിലാണ് മുടി കളർ ചെയ്യുന്നത്. ഒരു ലൈറ്റ് കളറും ഒരു ഡാർക്ക് കളറും വേണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്. പക്ഷെ കളറൊന്നും ഞാനല്ല ചൂസ് ചെയ്തത്, എന്റെ ഡിസൈനർ തന്നെയാണ്. പാവം ചേട്ടൻ കുറെ സമയം എടുത്ത് ഹൈലൈറ്റ്സും പിന്നെ മുടിന്റെ അടിഭാഗവും ഒക്കെ നല്ല രീതിയിൽ കളർ ചെയ്തിരുന്നു. ഈ സമയം കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോസും റീൽസും ഒക്കെ കണ്ടു. പിന്നെ കുറെ വീഡിയോസ് ഇരുന്ന് എഡിറ്റും ചെയ്തു. വേറെ പണിയൊന്നുമില്ലല്ലോ. എന്നാലും 1-2 മണിക്കൂർ ഇതിന് എന്നെ വേണ്ടി പോയി കിട്ടി. നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ UK-ലെ എല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും എന്ത് ബ്യൂട്ടി പാർലറിൽ പോയി ഫൈനലി എന്റെ ഔട്ട്ലുക്ക് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് മുടി സെറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. ആഗ്രഹമല്ല, ഓൾറെഡി സെറ്റ് ചെയ്ത് തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 2 കളർ റെഡും ഗോൾഡും ആണ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത്തവണയും അതുപോലെ തന്നെയാണ്. കളറിന് ചെറിയൊരു മാറ്റം, ബ്രൗൺ ഗോൾഡ് ആൻഡ് ചോക്ലേറ്റ് ഗോൾഡ് ആണ് ചെയ്തേക്കുന്നത്. സത്യം പറഞ്ഞ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വന്നത്. ഇങ്ങനെ കേള് ചെയ്തിട്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു. വെയിലത്ത് കാണാനും നല്ല രസമുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നേരത്തെ പെഡിക്യൂർ ചെയ്യാനാണ് പോയേക്കുന്നത്. ഏകദേശം 2 വർഷത്തിന് ശേഷമാണ് ഞാൻ പെഡിക്യൂർ ചെയ്യുന്നത്. അതിൻ്റെതായിട്ടുള്ള അഴുക്കും വൃത്തികേടും എന്റെ കാലിന് നന്നായിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ മുതൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ചതാണ്. പക്ഷെ ഇപ്പോഴാണ് അവസരം കിട്ടിയത്. ഈ ചെയ്ത പെൺകുട്ടി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞിറങ്ങി. ഇനി നമുക്ക് നമ്മുടെ പർച്ചേസിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ സെക്രട്ടേറിയറ്റിന്റെ താഴെയുള്ള ഈ ഒരു കൗണ്ടറിലേക്കാണ് പോയേക്കുന്നത്. ഇവിടെ നല്ല വെളിച്ചെണ്ണ കാച്ചിയ ചിപ്സും സ്നാക്സും കിട്ടും. അവിടുന്ന് കുറച്ചധികം ചിപ്സും മിച്ചറും പക്കാവടിയും ഒക്കെ എടുത്തു. അതിനുശേഷം നേരെ പോത്തീസിൽ പോയി കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. കുറച്ച് റോ വെജിറ്റബിൾസ് കൊണ്ടുപോയി ഫുഡ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ സർപ്രൈസ് നമ്മുടെ കൂടെ വരുന്നില്ലേ. അമ്മ തന്ന ലിസ്റ്റ് എല്ലാം പോത്തീസിൽ നിന്ന് കളക്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കഴക്കൂട്ടം സൈഡിലുള്ള ഇമ്പീരിയൽ കിച്ചണിലാണ് പോകുന്നത്. വന്ന ടൈം മുതൽ ഇവിടെ പോയി കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് പ്രീമിയം ഫുഡ് കഴിക്കാമെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെ നല്ല ഫുഡ് ഓക്കെ ഫുഡായിരുന്നു, കുഴപ്പമില്ല. നാളെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോവാണ്. നാളെ തന്നെ വൈകിട്ട് നമ്മൾ തിരിച്ചു പോവാണ്. ഇനി പുറത്തോട്ടുള്ള കറക്കമൊന്നുമില്ല. ആവശ്യമുള്ള ഫുഡും ഇഷ്ടപ്പെടുന്ന സ്ഥലത്തൊക്കെ ഇന്ന് കഴിച്ചും കറങ്ങിയിട്ട് വേണം പോകാൻ. അവിടെ നിന്ന് നേരെ അമ്മയ്ക്ക് മീൻ അച്ചാറിടാൻ വേണ്ടിയിട്ട് ചൂര മീനും കൂടി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവിടെ നിന്ന് നേരെ സ്മൂച്ച് വന്നു. സ്ട്രോബെറി ചോക്ലേറ്റും മേടിച്ച് കുറച്ച് വീട്ടിലത്തേക്ക് പാഴ്സലും മേടിച്ചിട്ട് നേരെ വീട്ടിൽ ചെന്നപ്പം നൈനും എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മകളുടെ റൂമിൽ പോയി സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ടല്ലോ, കഷ്ടകാലത്തിന് സത്യം പറഞ്ഞാൽ ഭയങ്കര മടിയായിരുന്നു. എന്ത് ചെയ്യണം, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് അറിഞ്ഞൂടാത്തൊരവസ്ഥ. നാട്ടിൽ നിന്ന് പോകുന്നതിന് ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയ എക്സൈറ്റ്മെന്റും ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ വന്നിരുന്ന് കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ കണക്കെടുക്കലായി. ഞങ്ങൾക്ക് ഇത്തവണ ഒരുപാട് KG സാധനങ്ങൾ കൊണ്ടാവല്ലോ. അതിന്റെ എക്സൈറ്റ്മെന്റ് ആണെന്ന് കൂട്ടിക്കോ. എല്ലാം കഴിഞ്ഞ് വീടെത്തി ഗൈസ്. സോ ഇന്ന് ചെയ്യാനുള്ള ആവതില്ല, നല്ല വയറുവേദനയുണ്ട്. അപ്പോൾ നമുക്ക് നാളെ ചെയ്യാം.